നമസ്കാരം. പതിവ് പോലെ തന്നെ ഈ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം കാര്യമാണ് പറയാൻ പോകുന്നത്. സ്വന്തം കാര്യം ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ? ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇത് വേണം. അപ്പം അതിനെയാണ് കഥയാക്കി പറയുന്നത്. മുഴുവൻ കഥകളിലും നമ്മുടെ കാര്യമാണ് പറയണത്. അതുകൊണ്ടാണ് അതിനെ ഇതിഹാസം എന്നൊക്കെ പേരിട്ടു. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ള അബദ്ധമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇത്രയുള്ളൂ ഇതിഹാസം എന്ന് പറഞ്ഞാൽ. ചില വഴി കൂടെ പോകുമ്പോൾ 37 ആൾ ഇവിടെ വഴിക്ക് വീണ് ആസ്പത്രിയിലായിട്ടുണ്ട്. അതിന് നമുക്കെന്ത് വേണം? നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് 37 ആള് അവിടെ വഴിക്ക് വീണ് ആസ്പത്രിയിലായിട്ടുണ്ടെന്ന്. അതുപോലെ ഇത് മുഴുവൻ നമുക്ക് വേണ്ടിയാണ് പറയണത്. നമ്മളായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കഥയുടെ അകത്ത് ഒളിച്ചു വെപ്പിച്ച ആശയമാണ് ഇന്ന് പറയുന്നത്. ഈ കഥകളെയാണല്ലോ നമ്മൾ കാണുന്നത്. പണ്ട് ഉണ്ടായതിൽ പഴഞ്ചൻ കഥ. കാരണം ഒരു പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ. ഒന്നാമത് പഴംപുരാണെന്ന് ഇയാൾ പരിഹസിക്കാൻ പറഞ്ഞതാണെങ്കിലും പുരാണം എന്ന് പറഞ്ഞാൽ നിത്യനൂതനം എന്ന അർത്ഥം, എന്നും പുതുമയുള്ളതാണ്. അതാണ് പഴംപുരാണ പറയേണ്ടത്. എന്നും പുതുമയുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തെ പറ്റി. നമ്മുടെ ജീവിതത്തിലൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഏത് വിഭാഗത്തിൽ വരും? നേരെ ആവണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടോ? ചിലരോട് ചോദിക്കാറുണ്ട്, നിനക്ക് നേരെ ആവണമെന്ന് മോഹമുണ്ടോ? ആ നേരെ ആവണം എന്നുള്ള മോഹം ഉണ്ടെങ്കിൽ ചില യുവാക്കൾക്ക് മാർഗദർശിത്വം കൊടുക്കുന്ന അവസരത്തിൽ ഞാൻ ചോദിക്കും, നേരെ ആവണമെന്ന് മോഹമുണ്ടോ? ഇവര് നേരെയാവുമെന്ന് അപ്പം തന്നെ മനസ്സിലാവും കേട്ടോ. അതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. ഇന്ന് വിഷയം ആ ലക്ഷണങ്ങളല്ല. ഒന്നും കേൾക്കണ്ട, ഞാൻ നേരെയാവില്ല എന്നുള്ള നിമിത്തങ്ങളുണ്ട്. പക്ഷേ എനിക്ക് നേരെയാവണം ആണോ? നേരെയായ മാർഗത്തിലേക്ക് വരാനാ പരിപാടി? മനഃശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കണോ? മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കണ്ടേ? അത് വേണമല്ലോ. അതാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം തന്നെ പരമാവധി ഭൂമി വാങ്ങിക്കൂട്ടലും സ്വർണം വാങ്ങിക്കൂട്ടലും അല്ലേ? നേരെയാവണോ? നേരെയാവണം. ശരി, ഗുരുപദേശം കേൾക്കും. കോണിയുടെ ആദ്യത്തെ പടി കയറി. ഇതിൻ്റെ പേരാണ് ഉത്ഥാനപാദൻ. ഉത്ഥാനം, ഉയർച്ച, മുകളിലേക്ക് പോകാൻ. അതിൻ്റെ ആദ്യത്തെ പടി വെച്ചു, ഉയരത്തേക്ക് കാല് വെച്ചു. ഉത്ഥാനപാദൻ നമ്മളല്ലേ? ഇത് മനസ്സിലാക്കാതെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഉണ്ടോ ഇല്ലയോ? എന്താ തെളിവ്? അങ്ങനെ രാജാവ് ഉണ്ടായിട്ട് നമുക്കെന്താ കാര്യം? പേരെന്താ? ഉത്ഥാനപാദൻ. നമ്മളിപ്പോൾ ഉത്ഥാനപാദനാണോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ വെറുതെ വർത്തമാന മധ്യമൊക്കെ പറയും, എനിക്ക് ഇത്രയൊക്കെ മോഹമേ ഉള്ളൂ. ആകെ ഒരു മോഹം മറ്റേ ശങ്കുണ്ണിക്കുട്ടിയുടെ കരണക്കുറ്റിക്ക് 2 കൊടുക്കണം, വേറെ തന്നെ അടിച്ചിട്ട് കൊല്ലണ്ട, ഓൻ്റെ കാലൊന്ന് ഓടിച്ചിടണം. ഇങ്ങനെ ചില മോഹങ്ങളേ ഉള്ളൂ. ഇതല്ല. ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കണോ? ആ മാർഗത്തിലേക്ക് തിരിഞ്ഞോ? ശാന്തി സമാധാനമൊന്നും എനിക്ക് വേണം. പിന്നെന്താ? ആ പ്രോപ്പർട്ടി കൂടി എങ്ങനെയെങ്കിലേക്ക് കിട്ടണം. ഇപ്പം 40 കൊല്ലം സിവിൽ കേസാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ 20 കൊല്ലം കേസ് കൊടുത്തു. ഞാൻ മക്കളെന്താ ചെയ്തോട്ടെ, അവരും കേസ് നടത്തിയിരിക്കും.
നേരായ മാർഗത്തിൽ പോകാനായിട്ട് പാദം ഉയർത്തി വെച്ച വ്യക്തിയാണ് ഉത്ഥാനപാദൻ. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ചിലപ്പോൾ ശിഷ്യന്മാർ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ നന്നാവണം എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടലും പരീക്ഷ പാസ്സാവലും തന്നെയാണ് ലോകത്തെ. അതൊന്നും വേണ്ടാന്ന് എവിടെയും പറയുന്നില്ല. ഉത്ഥാനപാദൻ, ആ ഉത്ഥാനപാദനാകാൻ നിശ്ചയിച്ചാൽ ശ്രവണം വേണ്ടി വരും. കേൾക്കണം. കേൾക്കാൻ താല്പര്യമുള്ളവർ വളരെ കുറവാണ്, വളരെ കുറവാണ്. ധന്യമീ ജീവിതത്തിൽ ഇപ്പം ഇത് 10 മിനിറ്റ് പറയുന്നതിൻ്റെ കാരണം, നിത്യജീവിതത്തിൽ 10 മിനിറ്റ് ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കാൻ കിട്ടില്ല. സത്യം പറയട്ടോ. 10 മിനിറ്റിന് മുമ്പ് തന്നെ അവർ മൊബൈൽ എടുക്കും, അങ്ങോട്ട് തരി ഇങ്ങോട്ട് തരി. ആ ചില കാര്യങ്ങൾ പറയാൻ 10 മിനിറ്റ് വേണ്ടി വരില്ലേ? ചിലവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ ചിലപ്പോൾ 1 മണിക്കൂർ വേണ്ടി വരില്ലേ? അപ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു. അതൊക്കെ ആൾക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ടേ, കണ്ടിട്ടുണ്ടേ, ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ടേ. നെഗറ്റീവേ പറയുള്ളൂ. ഇതാണ് നേരെയാകാൻ നിശ്ചയിച്ചാൽ ആദ്യം വേണ്ടുന്ന ഗുണം ശ്രവണം. കേൾക്കണം. ബാക്കിയുള്ളവർ പറയുക, കേൾക്കുക. നല്ല പ്രഭാഷകരുടെയൊക്കെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേൾക്കുക. എല്ലാവരും പറയുന്നത് അവർ കേൾക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് വായിക്കുക എന്നുള്ളത്. നേരെ ആവാൻ നിശ്ചയിച്ചു. ഞാൻ ഉത്ഥാനപാദനാണ്, നിങ്ങൾ ഉത്ഥാനപാദനാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. പുരാണ കഥകളിലൊക്കെ 2 ഭാര്യമാർ, 3 ഭാര്യമാർ, 16,008 ഭാര്യമാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് വിചാരിക്കുക. പുരാണത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ എന്നാണ്. അതെപ്പോഴും ആലോചിക്കണം. 3 ഗുണങ്ങളുടെ കഥ പറയുമ്പോൾ 3 ഭാര്യ ഉണ്ടാവും. സത്വരജതമോ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ 3 ഭാര്യ ഉണ്ടാവും. 4 വെച്ചിട്ടുള്ള ഒരു കല്യാണം വെക്കുക. അപ്പൊ ആ കഥാപാത്രത്തിന് 4 ഭാര്യയാണെന്നുണ്ടാവും. പഞ്ചഭൂതങ്ങളെ ചൊല്ലിയിട്ടുള്ള ഒരു കാര്യമാണ് പറയണമെങ്കിലോ, ആ കാര്യമാണ് പറയണമെങ്കിൽ 5 ഭർത്താക്കന്മാരുണ്ടാവും. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്ന മീനിങ് അല്ല. പാഞ്ചാലി എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്ന ശരീരാഭിമാനമാണ്. ആ ശരീരാഭിമാനത്തിന് 5 ഘടകങ്ങളുണ്ട്. ആ ശരീരാഭിമാനവും 5 ഘടകങ്ങളും തമ്മിലുള്ള ചേർച്ചയും പിരിയലുമാണ് ആ കഥ. PR നാഥൻ എന്ന് പറയുന്നത് എന്നിലെ പാഞ്ചാലിയെ അവമാനിക്കും. 5 ഘടകങ്ങളുണ്ട്. ഈ 5 ഘടകങ്ങളും പാഞ്ചാലിയും തമ്മിലുള്ളതും പരമാത്മാവ് എന്ന കൃഷ്ണനുമായുള്ള ബന്ധം മാതിരി ഉത്ഥാനപാദന് 2 ഭാര്യമാർ ഉണ്ട്. എന്താ 2 ഭാര്യമാർ എന്ന് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ കഥയിൽ ഭാഗവതത്തിലെ ഉത്ഥാനപാദന്റെ കഥയിൽ ഉദ്ദേശിക്കുമ്പോൾ ഭാഗവതത്തിനെ കടന്ന് രണ്ടാമത് വേറൊരു കഥ വരുമ്പോൾ എങ്ങനെയും കഥ പറയും. കഥ പറയുന്നതിൻ്റെ ലക്ഷ്യം ആളുകളിൽ ഇത് എത്തിക്കാനാണ്. ഈ കടലാസ് കൊണ്ടുപോയിക്കോളൂ എന്നൊരു കടലാസ് കൊടുത്തതിൻ്റെ പിന്നിലെ കാരണം എന്താ? കടലാസ് മടക്കി കൊടുക്കുമ്പോൾ അതിലൊരു മുട്ടുസൂചിയുണ്ട്. ആ മുട്ടുസൂചി നേരിട്ട് കൈ കൊടുത്താൽ അത് കളയും. ഇയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുന്നത് എത്തേണ്ട ഇടത്തിൽ എത്തില്ല. അപ്പം അതിനെന്ത് വരും?
ഈ കടലാസ് ഒന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾ ബാഗിൽ വെച്ചിട്ട് ഗോപാലൻകുട്ടിക്ക് കൊടുക്കുമോ? അതിനെന്താ, കടലാസ് തന്നോളൂ. മുട്ടുസൂചി അതിൽ കുത്തി മടക്കി, വിരൽ വേദനിക്കൂല, ബാഗിൽ വെച്ച് എത്തിച്ചില്ലേ? എന്തുകൊണ്ട് കഥകളുടെ ആന്തരിക തലത്തിലേക്ക് നാം ഒന്ന് പോകണം? ഉത്താനപാദന് 2 ഭാര്യമാരുണ്ട്, സുരുചി, സുനീതി. ഈ 2 ഭാര്യമാർ എനിക്കുണ്ടെന്ന് ഇങ്ങനെ തോന്നാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഇരിക്കെ സുരുചിയോട് കുറച്ച് താല്പര്യം കൂടും. അവള് സുന്ദരിയാണ്. ആ സൗന്ദര്യം കൊണ്ടും അവളുടെ ചില ടെക്നിക്ക് കൊണ്ടും അവളെയാണ് ഇഷ്ടം. സുനീതിയോട് അത്ര താല്പര്യമില്ല, രണ്ടാന്തരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കൂടെ 2 ഭാര്യമാർ നടക്കുന്നുണ്ട്, സുരുചിയും സുനീതിയും. ഉത്താനപാദ രാജാവ് ഇങ്ങനെ കസാരയെ കിടക്കുക, 2 ഭാര്യമാർ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ സങ്കല്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇതാണ് നമ്മുടെ ജീവിതം. അതിൽ സുനീതിക്ക് 2 മക്കളുണ്ടായി. ആ മക്കളിൽ ഒരാളാണ് ധ്രുവൻ. എന്താണ് ധ്രുവൻ എന്ന് പറഞ്ഞാൽ എന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞോളാം. ഈ എപ്പിസോഡ് പറഞ്ഞു കഴിഞ്ഞില്ല. ക്യാമറാമാൻ കല്ലിങ്ങനെ കാണിച്ചാൽ നിർത്താമെന്ന അർത്ഥം. അദ്ദേഹത്തോടുള്ള പേടി കൊണ്ട് നിർത്തുന്നു. 2ാമത്തെ എപ്പിസോഡിൽ ഞാനിത് പറഞ്ഞോളാം. നമസ്കാരം.